നമസ്കാരം. റൗണ്ട് സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ബാറിൽ സെറ്റിംഗ് പ്രാക്ടീസിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഇനി നമുക്ക് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. ഒരു സർഫേസ് ഗേജിൻ്റെ സഹായത്തോടെ ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചക്കിൽ ഒരു റൗണ്ട് റോഡ് കൃത്യമായ നിലയിലേക്ക് കൊണ്ടുവരിക. ഒരു സർഫേസ് ഗേജിൻ്റെ സഹായത്തോടെ ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചക്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ റോഡ് കൃത്യമായ നിലയിലേക്ക് കൊണ്ടുവരിക. ഒരു വസ്തുവിനെയോ വീലിനെയോ വർക്ക് പീസിനെയോ കൃത്യമായ ആകൃതിയിലോ സ്ഥാനത്തോ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ട്രൂയിങ്. ടേണിങ്ങിന് മുമ്പ് ട്രൂയിങ് നടത്തുന്നില്ലെങ്കിൽ ഇനി പറയുന്നവ സംഭവിക്കും. കട്ടിംഗ് ടൂളിൽ തുല്യമല്ലാത്ത ലോഡ്, മധ്യഭാഗത്തിൻ്റെ പുറം ഭാഗത്ത് നിന്ന് അതേ ആഴത്തിൽ കൂടുതൽ മെറ്റൽ നീക്കം ചെയ്യപ്പെടും. ടേൺഡ് ചെയ്യപ്പെട്ട പ്രതലം സിലിണ്ടറിക്കൽ ആയിരിക്കണമെന്നില്ല. എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ ഇവയൊക്കെയാണ്: ഔട്ട്സൈഡ് കാലിപ്പേഴ്സ്, സ്റ്റീൽ റൂൾ, ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചക്ക്, ചക്ക് കീ, സർഫേസ് ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ്. ഒരു ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചക്കിൽ ഒരു റൗണ്ട് റോഡ് ട്രൂയിങ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. ജോലി തുടങ്ങുന്നതിന് മുമ്പ് മെഷീൻ വൃത്തിയാക്കുക. പ്രധാന സ്പിൻഡിൽ ഒരു ന്യൂട്രൽ സ്ഥാനത്ത് നിർത്തുക. ഒരു ഔട്ട്സൈഡ് കാലിപ്പറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ വലിപ്പം അളക്കുക. വർക്ക് പിടിക്കുന്നതിനായി ഇൻഡിപെൻഡൻറ്റ് ചക്സിൻ്റെ ഫോർജോസ് മധ്യത്തിൽ നിന്ന് തുല്യ അകലത്തിൽ ആക്കുക. എതിർജോകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള ദൂരം വർക്ക് പീസിൻ്റെ ഡയാമീറ്ററിന് തുല്യമായിരിക്കണം. വർക്ക്സ് കടത്തിവെക്കുന്നതിന് വേണ്ടത്രയും തൊട്ടടുത്തുള്ള ജോസ് തുറക്കുകയും ചക്കിനുള്ളിലേക്ക് വർക്ക് പീസ് വെക്കുകയും ചെയ്യുക. വർക്ക് പിടിക്കാൻ എത്ര ആവശ്യമാണോ അത്രയും അടുത്തടുത്തുള്ള 2 ജോസ് മുറുക്കുക. ചക്കിനോട് ചേർന്നുള്ള ബെഡ് വേസിൽ സർഫേസ് ഗേജ് വെക്കുക. ഏറ്റവും കുറഞ്ഞ വിടവോടെ വർക്ക് പീസിൻ്റെ മുകൾ ഭാഗത്തിൻ്റെയോ വശത്തിൻ്റെയോ അടുത്തേക്ക് ടിപ്പ് നീങ്ങുന്ന വിധത്തിൽ പോയിൻ്റർ ക്രമീകരിക്കുക. ചക്ക് കൈകൊണ്ട് തിരിച്ചുകൊണ്ട് എതിരെ നിൽക്കുന്ന 2 ജോസിൻ്റെയും സ്ഥാനത്തിനായി പോയിൻ്ററും വർക്ക് സർഫേസും തമ്മിലുള്ള വിടവ് നിരീക്ഷിക്കുക. വിടവ് കൂടുതലാകുമ്പോൾ ജോ അല്പമായി തുറന്ന് എതിർ ജോ മുറുക്കുക. വിടവ് ഒരേപോലെയായി തീരുന്നതുവരെ ആവർത്തിക്കുക. എതിരെയുള്ള മറ്റ് ജോസിൻ്റെ നിരകൾക്കായി മുമ്പത്തെ ക്രമം ആവർത്തിക്കുക. വർക്ക് സർഫേസിൻ്റെ അടുത്തേക്ക് പോയിൻ്റർ ടിപ്പ് അടുപ്പിക്കുക. ചക്ക് കൊണ്ട് തിരിക്കുകയും വിടവ് നിരീക്ഷിക്കുകയും ചെയ്യുക. സ്പിൻഡിൽ ലീവർ ഏകദേശം 250 RPM ക്രമീകരിച്ച ശേഷം മെഷീൻ പ്രവർത്തിപ്പിക്കുക. വർക്കിൽ സ്പർശിക്കാനും ഫീൽ ചെയ്യുന്നതിനും ടിപ്പിൻ്റെ മുകളിൽ ചെറിയതായി അമർത്തുക. ബന്ധപ്പെടുന്ന പോയിൻ്റർ ടിപ്പിൻ്റെ ഫീൽ ഒരേപോലെയാണെങ്കിൽ വർക്കിന് കൃത്യത ലഭിച്ചിരിക്കുന്നു എന്ന് അത് സൂചിപ്പിക്കുന്നു. ഫീൽ ഒരേപോലെ അല്ലെങ്കിൽ ഫീൽ കൂടുതലുള്ള ജോ മുറുക്കുക. ഒരേപോലെയുള്ള ഒരു ഫീൽ അനുഭവപ്പെടുന്നതുവരെ ആവർത്തിക്കുക. അവസാനമായി
അതേ അളവിൽ അമർത്തിക്കൊണ്ട് എതിരെയുള്ള ജോസ് മുറുക്കുക. വർക്കിൻ്റെ ശരിക്കുമുള്ള കൃത്യതയ്ക്കായി ഒരിക്കൽ കൂടി പരിശോധിക്കുക. ഒരു ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചക്കിൽ ഒരു സ്ക്വയർ റോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. ജോലി തുടങ്ങുന്നതിന് മുമ്പ് മെഷീൻ വൃത്തിയാക്കുക. പ്രധാന സ്പിൻഡിൽ ഒരു ന്യൂട്രൽ സ്ഥാനത്ത് നിർത്തുക. ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ജോബിൻ്റെ സൈസ് അളക്കുക. ഇൻഡിപെൻഡൻറ്റ് ചക്കിൻ്റെ ഫോർജോസ് മധ്യത്തിൽ നിന്ന് തുല്യ അകലത്തിൽ വയ്ക്കുക. ജോബ് കടത്തിവെക്കുന്നതിന് വേണ്ടത്രയും തൊട്ടടുത്തുള്ള ജോസ് തുറക്കുകയും ചക്കിനുള്ളിലേക്ക് ജോബ് വെക്കുകയും ചെയ്യുക. ജോബ് പിടിക്കാൻ എത്ര ആവശ്യമാണോ അത്രയും അടുത്തടുത്തുള്ള 2 ജോസ് മുറുക്കുക. ചക്കിനോട് ചേർന്നുള്ള ബെഡ് വേസിൽ സർഫേസ് ഗേജ് വെക്കുക. ഏറ്റവും കുറഞ്ഞ വിടവോടെ സ്ക്വയർ റോഡിൻ്റെ മുകൾ ഭാഗത്തിൻ്റെയോ വശത്തിൻ്റെയോ അടുത്തേക്ക് ടിപ്പ് നീങ്ങുന്ന വിധത്തിൽ പോയിന്റർ ക്രമീകരിക്കുക. ചക്ക് കൈകൊണ്ട് തിരിച്ചുകൊണ്ട് എതിരെ നിൽക്കുന്ന 2 ജോസിൻ്റെയും സ്ഥാനത്തിനായി പോയിന്ററും ജോബ് കോർണറും തമ്മിലുള്ള വിടവ് നിരീക്ഷിക്കുക. വിടവ് കൂടുതലാകുമ്പോൾ 2 ജോകളും അല്പമായി തുറന്ന് എതിർവശത്തായി നിൽക്കുന്ന 2 ജോകളും മുറുക്കുക. വിടവ് ഒരേപോലെയായി തീരുന്നതുവരെ ആവർത്തിക്കുക. എതിരെയുള്ള മറ്റ് ജോസിൻ്റെ നിരകൾക്കായി മുമ്പത്തെ ക്രമം ആവർത്തിക്കുക. ജോബ് കോർണറിൻ്റെ അടുത്തേക്ക് പോയിന്റർ ടിപ്പ് അടുപ്പിക്കുക. ചക്ക് കൈകൊണ്ട് തിരിക്കുകയും വിടവ് നിരീക്ഷിക്കുകയും ചെയ്യുക. സ്പിൻഡിൽ ലീവർ ഏകദേശം 250 RPM ക്രമീകരിച്ച ശേഷം മെഷീൻ പ്രവർത്തിപ്പിക്കുക. ജോബ് കോർണറിൽ സ്പർശിക്കാനും ഫീൽ ചെയ്യുന്നതിനും ടിപ്പിൻ്റെ മുകളിൽ ചെറിയതായി അമർത്തുക. ബന്ധപ്പെടുന്ന പോയിന്റർ ടിപ്പിൻ്റെ ഓരോ മൂലയിലും ഫീൽ ഒരുപോലെയാണെങ്കിൽ വർക്കിന് കൃത്യത ലഭിച്ചിരിക്കുന്നു എന്ന് അത് സൂചിപ്പിക്കുന്നു. ഒരേപോലെയുള്ള ഒരു ഫീൽ അനുഭവപ്പെടുന്നതുവരെ ആവർത്തിക്കുക. അവസാനമായി അതേ അളവിൽ അമർത്തിക്കൊണ്ട് എതിരെയുള്ള ജോസ് മുറുക്കുക. ജോബിൻ്റെ ശരിക്കുമുള്ള കൃത്യതയ്ക്കായി ഒരിക്കൽ കൂടി പരിശോധിക്കുക. ഒരേപോലെയുള്ള ഒരു ഫീൽ അനുഭവപ്പെടുന്നത് വരെ ആവർത്തിക്കുക. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത് നോക്കാം. ഒരു സർഫേസ് ഗേജിൻ്റെ സഹായത്തോടെ ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചെക്കിൽ ഒരു റൗണ്ട് റോഡ് കൃത്യമായ നിലയിലേക്ക് കൊണ്ടുവരിക. ഒരു സർഫേസ് ഗേജിൻ്റെ സഹായത്തോടെ ഫോർജോ ഇൻഡിപെൻഡൻറ്റ് ചെക്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ റോഡ് കൃത്യമായ നിലയിലേക്ക് കൊണ്ടുവരിക. ഇത്രയുമാണ് റൗണ്ട് സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ബാറിൽ സെറ്റിംഗ് പ്രാക്ടീസിനെ പറ്റി ചർച്ച ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളും പരിശീലനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.